ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. സതീശന്റെ ലക്ഷ്യം തിരഞ്ഞെടുപ്പിലൂടെ എന്നെ കൊല്ലുക, ആ ചതിക്കുഴിയിലേക്ക് ഞാനില്ല. കെസിയെ ഭീഷണിപ്പെടുത്തി തിരഞ്ഞെടുപ്പിൽ PV അൻവറിനെ ഒതുക്കാനാണോ പിണറായിയെ ഒതുക്കാനാണോ UDF ചെയർമാൻ ഉദ്ദേശിക്കുന്നതെന്ന് PV അൻവർ. സതീശൻ അൻവറിനെ ഒതുക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നെ ഒതുക്കാൻ ഞാനും അദ്ദേഹവുമായി യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ എന്നോട് ഈ കാണിക്കുന്നതിൽ നിഗൂഢ ലക്ഷ്യമുണ്ട്. ആ നിഗൂഢ ലക്ഷ്യമെന്തെന്ന് അന്വേഷിക്കുകയാണ്. ഏകദേശം എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്. എനിക്ക് പ്രതീക്ഷ KC വേണുഗോപാലിലാണ് ഉള്ളത്. രമേശ് ചെന്നിത്തലയും K മുരളീധരനുമെല്ലാം എന്നെ പലതവണ വിളിച്ചു, അൻവർ പറഞ്ഞു. ഇന്നലെ PK കുഞ്ഞാലിക്കുട്ടി KC വേണുഗോപാലിനെ ഫോണിൽ വിളിച്ച് അൻവറിന് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അതിനുവേണ്ടി 5 മണിക്ക് കോഴിക്കോട് പോയി. 5 മുതൽ 7:45 വരെ കോഴിക്കോട് ടൗണിൽ കാത്തിരുന്നു. ധൃതിയുണ്ട്, പിന്നീട് സംസാരിക്കാമെന്നാണ് ഒടുവിൽ വേണുഗോപാൽ പറഞ്ഞത്. അൻവറുമായി സംസാരിച്ചാൽ UDF ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്ന് സതീശൻ ഭീഷണിപ്പെടുത്തിയെന്നാണ് കോൺഗ്രസ് നേതാക്കൾ എന്നോട് പറഞ്ഞത്. ഇനി എനിക്ക് വേണ്ടി ആരോടും സംസാരിക്കേണ്ട എന്ന് ഞാൻ കുഞ്ഞാലിക്കുട്ടിയോട് പറഞ്ഞു. അദ്ദേഹത്തോട് എനിക്ക് വലിയ കടപ്പാടുണ്ട്. ലോകത്ത് ആരും കേട്ടിട്ടില്ലാത്ത സംഗതിയാണ് അസോസിയേറ്റഡ് മെമ്പർ. എന്നിട്ടും ഞാൻ സഹകരിച്ചു. ഞാൻ നയം വ്യക്തമാക്കണമെന്നാണ് സതീശൻ ഇപ്പോൾ പറയുന്നത്. തൽക്കാലം ഞാൻ നയം വ്യക്തമാക്കുന്നില്ല. എനിക്കിനി പ്രതീക്ഷ നിലമ്പൂരിലെ പാവപ്പെട്ട ജനങ്ങളിലാണ്. എനിക്ക് അധികാരം വേണ്ട. മത്സരിക്കണോ വേണ്ടയോ എന്ന് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കും. അൻവറിനെ കൊല്ലുകയാണ് സതീശൻ ഈ തിരഞ്ഞെടുപ്പ് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ആ ചതിക്കുഴിയിലേക്ക് ഞാനില്ല, അൻവർ പറഞ്ഞു. കപ്പൽ അപകടം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച് സർക്കാർ. നടപടി പാരിസ്ഥിതിക ആഘാതം കണക്കിലെടുത്ത്. തിരുവനന്തപുരം അറബിക്കടലിലെ കപ്പൽ അപകടം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച് സർക്കാർ. പാരിസ്ഥിതിക സാമൂഹിക ആഘാതം കണക്കിലെടുത്താണ് നടപടി. റവന്യൂ സെക്രട്ടറി ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കി. ഉത്തരവിറങ്ങിയതോടെ ദുരന്ത നിവാരണ നിയമമനുസരിച്ച് നടപടിയെടുക്കാനാകും. കേന്ദ്ര സർക്കാരിൽ നിന്ന് ഫണ്ടും ആവശ്യപ്പെടാൻ കഴിയും. 600-ലേറെ കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞത്തുനിന്നു കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ ശനിയാഴ്ച കൊച്ചി പുറംകടലിൽ ചെരിഞ്ഞ MSC എൽസ 3 എന്ന കപ്പൽ ഞായറാഴ്ചയാണ് പൂർണ്ണമായി മുങ്ങിയത്. കപ്പലിൽ നിന്ന് ഒഴുകി നീങ്ങിയ കണ്ടെയ്നറുകൾ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം തീരങ്ങളിലാണ് അടിഞ്ഞത്. തീരത്തേക്ക് ഒഴുകിയെത്തിയ 50 കണ്ടെയ്നറുകളും തിരിച്ചെടുത്തു. അവയിൽ അപകടകരമായ രാസവസ്തുക്കളില്ല. തിരിച്ചെടുത്തവയിൽ മിക്കതും കാലി കണ്ടെയ്നറുകളാണ്. പ്ലാസ്റ്റിക് പെല്ലറ്റ്സ് കടലിൽ വീണിട്ടുണ്ട്. അപകടമുണ്ടായ കടൽ മേഖലയിൽ എണ്ണയുടെ അംശം കലർന്നിട്ടുണ്ട്. അത് നിയന്ത്രണ വിധേയമാണ്. സംസ്ഥാനത്തിന്റെ തെക്കൻ തീരത്തു വൻ പാരിസ്ഥിതിക ഭീതി ഉയർത്തി ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് കേവലം 14.6 നോട്ടിക്കൽ മൈൽ 27 കിലോമീറ്റർ അകലെയാണ് കപ്പൽ മുങ്ങിയത്. ശനിയാഴ്ച ഉച്ചയോടെ 26 ഡിഗ്രി ചെരിഞ്ഞു വെള്ളം കയറിയ കപ്പൽ ഞായറാഴ്ച രാവിലെ 7:50-നാണ് മുഴുവനായി മുങ്ങിയത്. 24 ജീവനക്കാരെ തീരസേനയും നാവികസേനയും ചേർന്ന് രക്ഷപ്പെടുത്തിയിരുന്നു. ചാക്കിൽ കയറ്റി കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. കോഴിക്കോട്ട് 2 പേർ പിടിയിൽ. കോഴിക്കോട് ബീച്ചിനു സമീപം പുതിയകടവിൽ 7 വയസ്സുകാരന് പകൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. സംഭവത്തിൽ ഇതര സംസ്ഥാനക്കാരായ സ്ത്രീയും പുരുഷനും പിടിയിലായി. കർണാടക മംഗലാപുരം സ്വദേശികളായ ലക്ഷ്മി, ശ്രീനിവാസൻ എന്നിവരാണ് പോലീസ് പിടിയിലായത്. ബേപ്പൂർ സ്വദേശികളായ ഷാജിറിന്റെയും അനുഷയുടെയും 7 വയസ്സുള്ള മകനെയാണ് ഇവർ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ചാക്കിൽ കയറ്റി കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ സമീപത്തുണ്ടായിരുന്ന കുട്ടികൾ ബഹളം വെക്കുകയായിരുന്നു. ബീച്ച് ഭാഗത്തേക്ക് ഓടിയ ഇവരെ നാട്ടുകാർ പിടികൂടി. പിടിയിലായവരെ നാട്ടുകാർ പോലീസിന് കൈമാറി. ഇവരെ പോലീസ് ചോദ്യം ചെയ്തുവരികയാണ്. തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ശേഷം ഇവർ ചാക്കുമായി നടന്നുപോകുന്നതും കുട്ടികൾ ഇവരുടെ പിന്നാലെ ഓടുന്നതിന്റെയും CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ചരക്കുകപ്പൽ അപകടം. മഴ, മീന് കിട്ടാനില്ല. ഉള്ളതിന് പൊള്ളുന്ന വിലയും. കോഴിയിറച്ചിക്കും മുട്ടയ്ക്കും വില കൂടി. പച്ചക്കറിക്കും കൂടുന്നു. കോഴിക്കോട് അറബിക്കടലിലെ ചരക്കുകപ്പല് മുങ്ങിയതും തുടർന്ന് എണ്ണയും കാൽസ്യം കാർബൈഡ് പോലുള്ള രാസവസ്തുക്കൾ കടലില് കലർന്നെന്ന ആശങ്കയും ഒപ്പം കനത്ത മഴ കൂടി ആയതോടെ കേരളത്തിലെ മത്സ്യം കിട്ടാനില്ല. ഉള്ളതിലാകട്ടെ തീവിലയും. കടലിൽ നിന്നുള്ള മത്സ്യത്തിന് പ്രശ്നമില്ലെന്ന് സംസ്ഥാന സർക്കാരും ഫിഷറീസ് അധികൃതരും വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും കടല് മത്സ്യത്തെ ജനങ്ങൾ ആശങ്കയോടെയാണ് കാണുന്നത്. പുഴയിൽ നിന്നും ഫാമിൽ നിന്നുമുള്ള കരിമീന്, തിലോപ്പി, വാള തുടങ്ങിയവ വിപണിയിൽ ലഭ്യമായി തുടങ്ങി. ആവശ്യക്കാരേറിയതോടെ ഇവയ്ക്കും വില ഉയർന്നു. കപ്പല് മുങ്ങിയതോടെ തീരക്കടലിലെ മത്സ്യബന്ധനത്തിന് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മധ്യകേരളത്തിലെ പല തീരങ്ങളിലും ഏറെക്കുറെ മത്സ്യബന്ധനം നിലച്ച മട്ട് തന്നെയാണ്. കനത്ത കാറ്റും മഴയും കാരണം ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ജൂൺ 9 മുതൽ ട്രോളിംഗ് നിരോധനവും വരുന്നതോടെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം കൂടുതൽ ദുരിതമാവാനാണ് സാധ്യത. ജനങ്ങള് മീന് വാങ്ങാനും മടിച്ചതോടെ തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മത്സ്യമാണ് വിൽപ്പന നടത്തുന്നതെന്നും കേരള തീരത്തുനിന്നുള്ളത് അല്ലെന്നും അവകാശപ്പെട്ട് കച്ചവടക്കാരും വിപണനം സജീവമാക്കി. ഇതോടെ വിപണിയിലെ മത്സ്യത്തിന് പൊന്നും വിലയായി. നെയ്മീന്, ആവോലി തുടങ്ങിയവയ്ക്ക് 1000 രൂപയ്ക്ക് അടുത്തായിരുന്നു നേരത്തെ തന്നെ വിലയെങ്കിൽ കേര, ചൂര തുടങ്ങിയവയ്ക്കും വലിയ വില തന്നെ ഉയർന്നിരുന്നു. ഇപ്പോഴും മത്തതിക്കും അയലക്കും വില കുതിക്കുകയാണ്. കിലോയ്ക്ക് 360 മുതൽ 400 രൂപ വരെയാണ് അയലക്കും മത്തതിക്കും വില. മാന്തള മീനിന് ഇന്നലെ 560 രൂപയും ചെറുമീനായ വേളൂരിക്ക് കിലോ 400 രൂപയുമായി ഉയർന്നു. മീനിന് കുത്തനെ വില കൂടിയതോടെ ആളുകൾ കോഴി ഇറച്ചിയെ ആശ്രയിക്കാൻ തുടങ്ങി.
ഇതോടെ ചിക്കനും പൊന്നും വിലയായി കിലോയ്ക്ക് 230 രൂപയായി ഉയർന്നു. മാത്രമല്ല കോഴിമുട്ടയും കുതിച്ചു കയറി. 5 രൂപയുള്ള കോഴിമുട്ടയ്ക്ക് 7 രൂപയും 7.50 രൂപയുമാണ് ഇപ്പോഴത്തെ വില. തക്കാളിയും സവാളയും ഇതിനൊപ്പം കുതിക്കുന്നുണ്ട്. ബാക്കിയുള്ള പച്ചക്കറികൾക്കും വരും ദിവസങ്ങളിൽ വില കൂടാനാണ് സാധ്യത. ടിസി ഇല്ലെങ്കിലും ഇനി സ്കൂൾ മാറാം. പുതിയ ഉത്തരവുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. തിരുവനന്തപുരം പൊതുവിദ്യാലയങ്ങളിൽ ഓരോ വർഷവും വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞുവരുന്ന സാഹചര്യത്തിൽ പുതിയ നീക്കവുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ നിന്ന് പൊതുവിദ്യാലയങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കാനാണ് നടപടി. അതിന്റെ ഭാഗമായി 2ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് (ETC) ഇല്ലാതെ സ്കൂളുകളിൽ ചേർക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. കുട്ടികൾ സ്കൂൾ മാറിപ്പോകുന്നത് ഒഴിവാക്കാനായി ETC നൽകാത്ത ചില അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾക്ക് തിരിച്ചടിയാണ് പുതിയ ഉത്തരവ്. 2ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം വയസ്സ് അടിസ്ഥാനമാക്കി പ്രവേശനം നൽകാമെന്നാണ് പുതിയ ഉത്തരവിൽ പറയുന്നത്. 9, 10 ക്ലാസുകളിൽ വയസ്സിന്റെയും പ്രവേശന പരീക്ഷയുടെയും അടിസ്ഥാനത്തിൽ കുട്ടികളെ സ്കൂളുകളിൽ ചേർക്കാം. പ്രവേശന പരീക്ഷയ്ക്കായി വകുപ്പ് തയ്യാറാക്കുന്ന ചോദ്യക്കടലാസ് ഉപയോഗിച്ച് വിദ്യാഭ്യാസ ഓഫീസറുടെ മേൽനോട്ടത്തിൽ പരീക്ഷ നടത്തണമെന്നാണ് ഉത്തരവ്. കഴിഞ്ഞ അധ്യയന വർഷം അൺഎയ്ഡഡ് മേഖലയിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ ഉണ്ടായിരുന്നത് 3,55,967 വിദ്യാർത്ഥികളാണ്. അതിൽ നല്ലൊരു വിഭാഗത്തെ പൊതുവിദ്യാലയങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. പൊതുവിദ്യാലയങ്ങളിൽ 2022 മുതൽ 23 വരെ അധ്യയന വർഷത്തേക്കാൾ 2023 മുതൽ 24 വരെ അധ്യയന വർഷത്തിൽ 86,752 വിദ്യാർത്ഥികളുടെ കുറവാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ 2024 മുതൽ 25 വരെ അധ്യയന വർഷം എത്തിയതോടെ 1,00,000 പേരുടെ കുറവായി. ഇക്കൊല്ലവും ഈ വിടവ് കൂടുമെന്ന് കണക്കിലെടുത്താണ് കുട്ടികളെ എത്തിച്ച് പൊതുവിദ്യാലയങ്ങൾ ശക്തമാക്കാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചത്. വയനാട്ടിലെ വിദ്യാർത്ഥികളെ കാട്ടാന ഓടിച്ചത് സ്കൂള് മുതൽ വീട് വരെ. വയനാട് പൊഴുതന ടൗണില് കാട്ടാന ഇറങ്ങി. കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് 3 വിദ്യാർത്ഥികളെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ബുധനാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം. റിഹാന്, റിസ്വാന്, സാബിര് എന്നീ വിദ്യാർത്ഥികളാണ് ആനയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. 3 പേരും +2 വിദ്യാർത്ഥികളാണ്. ആക്രമിക്കാനെത്തിയ ആനയുടെ മുന്നിൽ നിന്ന് ഇവരെ ഓടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. പൊഴുതന സ്കൂള് മുതൽ വീട് വരെ ഇവരെ ആന ഓടിച്ചു. മാത്രമല്ല വഴിയിലുണ്ടായിരുന്ന ഇരുചക്ര വാഹനങ്ങളടക്കം നശിപ്പിക്കുകയും ചെയ്തു. ഇവർ ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുനിന്നിട്ടുണ്ട്. 1ലധികം ആനകളാണ് പൊഴുതനയിലിറങ്ങിയത്. വീടിന് സമീപത്തുകൂടി ആനകൾ പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. ശക്തമായ കാറ്റ്, മരം വീണ് കോഴിപ്പാം തകർന്നു. കോടഞ്ചേരി ശക്തമായ കാറ്റിൽ മരം വീണ് കോഴിപ്പാം തകർന്നു. മഞ്ഞുവയൽ ഇലന്തുകടവിൽ പാറേകിണ്ണത്ത് തോമസിന്റെ കോഴിഫാമിന് മുകളിലേക്കാണ് ആഞ്ഞിലിമരം കടപുഴകി വീണത്. ഈ സമയം ഫാമിൽ കോഴികൾ ഇല്ലാതിരുന്നത് മൂലം നാശനഷ്ടത്തിന്റെ തോത് ഗണ്യമായി കുറഞ്ഞു. ചെറുപുഷ്പ മിഷൻ ലീഗ് കുഞ്ഞേട്ടന് സ്കോളർഷിപ്പ്. കോടഞ്ചേരി 2024 മുതൽ 25 വരെ അധ്യയന വർഷത്തില് 10ാം ക്ലാസ് വാർഷിക പരീക്ഷയില് എല്ലാ വിഷയങ്ങൾക്കും A+ നേടുകയും ചെറുപുഷ്പ മിഷന് ലീഗില് സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കുട്ടികൾക്കായി സംസ്ഥാനതലത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കുഞ്ഞേട്ടന് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. മേഖല അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികളുടെ പേര്, വീട്ടുപേര്, മാതാപിതാക്കളുടെ പേര്, ഇടവക എന്നിവയടക്കം ഈ 4 പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയും മാർക്ക് ലിസ്റ്റിന്റെ ഒരു കോപ്പിയും ഇടവക വികാരിയുടെ ശുപാർശ കത്തും അടക്കം ജൂൺ 17 മുൻപ് മേഖലാ ഭാരവാഹികൾ താമരശ്ശേരി രൂപത ഓഫീസിൽ എത്തിക്കണം. തെരഞ്ഞെടുക്കപ്പെടുന്ന 3 പേർക്ക് രൂപത സ്കോളർഷിപ്പ് നൽകും. അവരിൽ ഒരാൾക്ക് സംസ്ഥാന സ്കോളർഷിപ്പ് ലഭിക്കും. തിരുവമ്പാടി KSRTC സബ് ഡിപ്പോയിൽ നിന്നുള്ള അറിയിപ്പ്. തിരുവമ്പാടി 2025 ജൂൺ 6 മുതൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ കൺസെഷൻ കാർഡ് വിതരണം ഉണ്ടായിരിക്കുന്നതാണെന്നും ഓൺലൈൻ അപേക്ഷിച്ച് പണം അടച്ചവർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ 2 എണ്ണം 2 മാസത്തിനുള്ളിൽ എടുത്തത്, KSRTC ഫോം 1, സ്കൂൾ സീൽ, പ്രിൻസിപ്പൽ ഒപ്പ് എന്നിവ നിർബന്ധമാണ്. ഡിപ്പോയിൽ വരുന്ന സമയത്ത് കൊണ്ടുവരണം. വിദ്യാർത്ഥികൾ ആവശ്യമായ രേഖകൾ ഓൺലൈനിലൂടെ നൽകേണ്ടത് ആധാർ കാർഡ്, റേഷൻ കാർഡ്, KSRTC ഫോം 1, കോഴ്സ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. നിര്യാതയായി കോടഞ്ചേരി ഈരോട് പുന്നക്കൽ പരേതനായ കരുണാകരന്റെ ഭാര്യ ശാരദ 87 അന്തരിച്ചു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് വീട്ടുവളപ്പിൽ നടന്നു. മക്കൾ പരേതനായ രാജു, ഗോപി. മരുമക്കൾ പുഷ്പ, മിനി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.